ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് കോഴിക്കോടിൻ്റെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്ന കരിയത്തുംപാറിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ജങ്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജങ്കാറിൽ നൈസായിട്ട് കയറിയിട്ടുണ്ട്. ജങ്കാറിൽ നിന്നുള്ള കുറച്ച് വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ ജങ്കാറിൽ നിന്ന് ഇറങ്ങി ഗൂഗിൾ മാപ്പ് ഇട്ട് കരിയത്തുംപാറിലേക്ക് നേരെ വിടുകയാണ്. അപ്പോൾ ക്യാമറ കണ്ട ക്യൂട്ടൻസ് ഇടുന്ന ബാധുവിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഏകദേശം കരിയത്തുംപാറ എത്താനായപ്പോൾ കുറേ മലകളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മാപ്പ് നോക്കി ഏതൊക്കെയോ ഓഫ് റോഡുമായിട്ട് റോഡ് കൂടെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് ഷെബിലു സൗരവാണ്, ബാക്കിലിരിക്കുന്ന സൗരവാണ് ഗൂഗിൾ മാപ്പ് നോക്കി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ അവരെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ അവസാനം എത്തിയത് ഏതോ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. സൗരവ് പറയുന്നത് ഗൂഗിൾ മാപ്പ് പറയുന്നത് ഇതാണ് കരിയത്തുംപാറ എന്നാണ്, അറിയത്തില്ല. അങ്ങനെ നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റിയിട്ടുണ്ട്. നമ്മൾ കരിയത്തുംപാറ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ച് കരിയത്തുംപാറയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുന്നത് കണ്ട് നമ്മുടെ ബാക്കിൽ വേറെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ വേറെ വരുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ച് അങ്ങനെ അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് കരിയത്തുംപാറ എത്തിയിട്ടുണ്ട്. കരിയത്തുംപാറ ഒരു അടിപൊളി പ്ലേസാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡായിരുന്നു. നമ്മൾ സൺഡേ ആണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്രൗഡാണ് നിങ്ങൾക്ക് കാണാം. അതെ ഗൈസ്, അങ്ങനെ ഒരു സംഭവം അതിനിടയിൽ അവിടെ സംഭവിച്ചു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ക്രൗഡായിരുന്നു അവിടെ. അപ്പം നമ്മൾ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം നോക്കി നടക്കുകയായിരുന്നു. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. അപ്പോൾ ഞാനെന്താ ഫോണിലേക്ക് നോക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫോണിലേക്ക് നോക്കിയാൽ ഞാനും ഫോണും കൂടി നേരെ വെള്ളത്തിൽ കിടക്കുന്നുണ്ടാവും. കാരണം ആ വെള്ളത്തിലുണ്ടായിരുന്ന കല്ലുകൾ നല്ല വഴുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കുട്ടികൾ അവരുടെ പാൻസൊക്കെ വെള്ളത്തിൽ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ നേരെ നടന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം നോക്കി നമ്മളിപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അങ്ങനെ അനന്തുവിന് ഒരു വീഡിയോ എടുത്തെടുക്കുന്നതിൻ്റെ ഇടയിൽ ആ വീഡിയോ വന്ന് അലമ്പാക്കുന്ന ബാധുവിനെയും ഷെഫിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അവസാനം ആട്ടില്ലാത്തൊരു സ്ഥലത്തെത്തി ഗൈസ്. അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് എവിടെ മരം കാണാനും അതിൻ്റെ മേലെ കയറിയിരിക്കുന്ന അനന്തുവിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ഇഷ്ടമായ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.